ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് ടൊവിനോ തോമസ് നായകനായിരിക്കുന്ന ഒരു മൂവിയുടെ റിയാക്ഷനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഡിലേ ആയിരുന്നു. മീൻസ് റൂമിൽ പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ നടക്കാം. അപ്പം അതാണ് ഈ ലൈറ്റ് കുറവും. നിങ്ങൾക്ക് ഗ്രെയിൻസ് ഒക്കെ കാണാം വീഡിയോയിൽ. അപ്പം ലൈറ്റ് ഇല്ല. അപ്പം മേലെ റൂമിൽ പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം ഈ റൂം ഇതല്ല എന്നുള്ള കാര്യം. അനിയത്തിയുടെ റൂമിലിരുന്ന് ലിമിറ്റഡ് സെറ്റപ്പിൽ എടുക്കുന്ന ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. അത്രത്തോളം ക്വാളിറ്റിയെ ഈ ഒരു റിയാക്ഷൻ വീഡിയോയ്ക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങൾ തുടർന്നും വീഡിയോസ് കാണുക. നമ്മൾ വീഡിയോസ് ഇങ്ങനെ ജെനുവിൻലി ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ നിങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ജെനുവിനായിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എന്തായാലും നമുക്ക് ആദ്യം റിയാക്ഷനിലേക്ക് പോകാം. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് കാട് കയറി പോകുന്നു. നമുക്ക് റിയാക്ഷനിലേക്ക് പോവാം ഗൈസ്. ആകാശത്തു നിന്നും പൊട്ടി വീണൊരു നക്ഷത്രക്കല്ല്. ആകാശത്തു നിന്നും പൊട്ടി വീണൊരു നക്ഷത്രക്കല്ല്. ഫാൻറ്റസിയാണോ പടം? ഓക്കെ. ARM ട്രെയിലർ. ടൊവിനോ തോമസ്, കൃതി ഷെട്ടി, ജിതിൻ ലാൽ, ദിൻബു. ഓക്കെ, മാജിക് ഫ്രെയിംസ് ആണ്. ഓക്കെ. കാറ്റിനെക്കാളും വേഗത്തിൽ, മിന്നലിനേക്കാളും പ്രകാശത്തിൽ നമ്മളെ ഈ ഹരിപുരത്ത് വന്നു വീണു. വടക്ക് ഹരിപുരം ഭാഗത്ത്. ഹരിപുരം കാണാൻ നല്ല രസമുണ്ടല്ലേ? ഒന്നും കൂടി കാണിച്ചിടാം. വടക്ക് ഹരിപുരം ഭാഗം. ഓ ഗൈസ്, ആ ഫ്രെയിം നോക്ക്, അടിപൊളി. നമ്മുടെ ശ്രീലങ്ക രാമസേതു മീൻസ് ആ ബന്ധിപ്പിക്കൽ ആ ഒരു സംഭവമൊക്കെ ഓർമ്മ വരുന്നു. വെറുതെ ഒരു കളരിക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സീൻ. നമ്മളെ തറവാട്ടിലെ കാരണവരെ കുറിച്ച് ആ പറഞ്ഞേ. ഓക്കെ, അജയൻ്റെ രണ്ടാം മോഷണം എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്കറിയില്ല അതിൻ്റെ പേര് കറക്റ്റ് എങ്ങനെയാണോ, നമുക്ക് നോക്കാതെ. നടക്കാൻ പറ്റാണ്ടായി നാല് ഭാഗത്തും നോക്കി നിന്നോളണം. ഓൻ ഏലിയും വരും, കൊള്ളിട്ടായാലും മടിയില്ല. ഇങ്ങോടെ നിൽക്കണം, വണ്ടി മണിയടി. ടൊവിനോ തോമസ്, മണിയൻ, അജയൻ, കുഞ്ഞിക്കേളു. അപ്പോൾ ഫസ്റ്റ് കാണിച്ച കുഞ്ഞിക്കേളു ആയിരിക്കും. മണിയൻ, അജയൻ. ഹലോ. എന്നാലും ഒറ്റൊരിക്കൽ ഞാൻ കണ്ടിട്ടുള്ളൂ. മൂന്ന് കാലഘട്ടം. അത് സ്വർണത്തിനേക്കാളും മൂല്യണ്ടായിന് നിന്നെ പോലെ. എന്റെ ആകാശവും മണ്ണെല്ലാം നീയാ. ശ്വസിക്കുന്ന വായുവിന് ഒരാളെ പിടികിട്ടൂല അജയ. ബേസിൽ ജോസഫ്. ഇന്ന് കളവിന്റെ രാത്രിയാ. കള്ളന് വിചാരിക്കാത്ത നേട്ടാഫലം. നൈസ് സാധനല്ലേ? നാട് ഓർക്കുമ്പോ അച്ചാച്ചനെ പോലെ ഞാനും കള്ളനാണ്. രാജാവിന്റെ ചതുരംഗ പലകയില് ബുദ്ധിയില്ലാതെ കുറെ ചാവേറുകളുണ്ടാവും. ഞാൻ കളിക്കുന്ന ഈ കളിയില് വെറും ചാവേറാണ് നീ. ഇപ്പോ ആദ്യരാത്രി ഒളിച്ചും പാത്തും വീട്ടിൽ കയറുന്നത് നിന്റെ ചോരന്റെ കുണം കൊണ്ടാണ്. മോനെ, ഒരു നാടിനെ ജയിച്ച കള്ളനാ നിന്റെ അച്ചാച്ചൻ. ഓക്കെ, അജയൻ. ഓക്കെ, അങ്ങനെ. സാധാരണ എല്ലാവരും അന്വേഷിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ അജയനും പോയിട്ടുള്ളൂ. മണിയനെ പോലെ ഒരാൾക്ക് മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇനി ഉണ്ടാവില്ല ഈ ചെയ്യൊതുക്കാവില്ല. സീൻ ഒന്നും പറയാനില്ല. എന്നാ പറ പോലീസിലെ, കള്ളനാണോ പോലീസാണോ ആദ്യം ഉണ്ടായത്? ARM 3D ജിതിൻ ലാൽ ഫിലിം. ഓക്കെ, അപ്പം ARM എന്നാണ് കേട്ടോ പേര്. ഞാൻ അജയൻ്റെ രണ്ടാം മോഷണം എന്നൊക്കെ വെറുതെ പറഞ്ഞു. ആ പേര് എവിടെ നിന്നോ കിട്ടിയതാണ്, എനിക്കറിയില്ല. എന്തായാലും അടിപൊളി, നൈസ് സാധനം. എക്സ്ക്ലൂസീവ്ലി ഇൻ 3D ഓണം റിലീസാണ്. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി ഒരു ട്രെയിലർ തന്നെയാണ് കണ്ടത്. കൊള്ളാം ഗൈസ്, കൊള്ളാം.
ആ ഒരു ട്രെയിലറിൻ്റെ ആ ഒരു മച്ചാപ്പ ആ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. സോ എന്തായാലും അജയൻ്റെ ഏറെ പക്ഷേ ഞാൻ എന്ത് ഈ അജയൻ്റെ രണ്ടാം മോഷണം എന്നൊക്കെ പറഞ്ഞു വന്നത്. സോ എന്തായാലും ട്രെയിലർ ഡീകോഡെന്നൊന്നും പറയുന്നില്ല, പക്ഷെ എന്നാലും ഇത് തന്നെയാണ് 3 ജനറേഷനിലെ കാലഘട്ടമാണ്. അപ്പം പ്രസൻറ്റ് അതിൻ്റെ പാസ്റ്റ് അതിൻ്റെ പ്രസൻറ്റ് അതിൻ്റെ പാസ്റ്റ് ആ ഒരു രീതിയിലായിരിക്കും പോവാം. സോ എന്തായാലും രസമുണ്ട്. മൊത്തത്തിൽ 3Dയിൽ കാണുമ്പോൾ നമുക്ക് ആ ഒരു അന്യായ സംഭവം കിട്ടും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മീൻസ് 3Dയും കൂടി ആകുമ്പോൾ ആ ഒരു സാധനമൊക്കെ ഇങ്ങനെ പോകുന്ന സംഭവം, അങ്ങനത്തെ സംഭവമൊക്കെ നമുക്ക് ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുമല്ലോ. അപ്പം അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ടോവിനോ തോമസിൻ്റെ ഒരു ഗംഭീര ഹിറ്റും കൂടി ആവട്ടെ ഈ ഒരു സിനിമ എന്ന് നമുക്ക് ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ബേസിൽ ജോസഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങളിന്ന് കോംപ്രമൈസ് ചെയ്യുക, എല്ലാം ചറപറ കിടക്കുക, എല്ലാ സാധനവും അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരിയൊക്കെ ഇട്ടിരിക്കുകയാണ്. സോ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.